ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. ഈ ടോട്ടലി ഗെയിമിലാണെങ്കിലും ഔട്ട്സൈഡ് ഓഫ് ദ ഗെയിമിലാണെങ്കിലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മെയിൻലി ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ്റെ പുറത്ത് പെട്ടെന്ന് നേരെ വന്നൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അന്നേരമാണ്, അല്ലാതെ അങ്ങനെ നേരത്തെ പറയുമോ അങ്ങനെ ഒന്നും പറഞ്ഞോ അങ്ങനൊന്നും ചെയ്തതല്ല. നേരെ വന്ന് പെട്ടെന്നൊരു സ്റ്റോറി ഇടുന്നു, ഞാനും കാണുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും നിങ്ങൾ ഈ കണ്ട ഇഷ്യൂ ഞാനും കാണുന്നത്. അപ്പോൾ കാര്യം എന്താണ്, ഡിസ്കഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ഇൻബോക്സിൽ വന്ന് ഇത് ചുമ്മാ ഓരോന്ന് പറയണതിൽ ഒരിക്കലും താല്പര്യമില്ല. ഈവൻ ദോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ റിബലും ഞാനും തമ്മിൽ ഇതിനു മുമ്പ് റിബൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പല കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവനെ ഇവനെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊന്നും ആരും നിന്നിട്ടില്ല. അപ്പോൾ അത് ഞാനും ചെയ്തില്ലെന്ന് പറഞ്ഞു. അവനിപ്പം പേഴ്സണലി ഞാനിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അവനോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞത്, പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വേണം, അല്ലാതെ ഇതൊന്നും അല്ല. അത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇവൻ്റെ ലൈവ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് പോലും ഇല്ല. റിബലിൻ്റെ ലൈവ് ഞാൻ കണ്ട പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ബർത്ത്ഡേ കല്യാണത്തിൻ്റെ ഫംഗ്ഷന് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഓടി വന്നു. എനിക്ക് ഇൻബോക്സിൽ വന്ന കുറേ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു റിപ്ലൈ പറയണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ രാത്രി ലൈവ് ഇട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. TV എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരാളായിട്ട് അങ്ങനെ നിർത്തിപ്പോകുമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയത്തില്ല. നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നിർത്തും. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല. നിർത്തുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തും ഗൈസ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബാക്കി അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ലൈവിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് അവൻ്റെ പെർമിഷൻ വേണം. അവൻ വന്ന് സംസാരിക്കുമ്പം അത് ഞാൻ സംസാരിച്ചാൽ പോരെ. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ വേറെ എന്തോ പ്രശ്നം ഞാൻ ഇപ്പോൾ TVയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലായി. എടാ അത് ഞാൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സാധനമാണ്. അപ്പോൾ എനിക്ക് അതിൽ ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെന്റ് പോലെ എനിക്കും ഉണ്ടത്. അതിൽ ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മേ ബി ചിലപ്പോൾ അവൻ എന്തെങ്കിലും ആ ഒരു മൊമെന്റിൽ എടുത്ത ഡിസിഷൻ ആയിരിക്കും. കഴിഞ്ഞ വട്ടം ഇപ്പം ഞാനൊക്കെ ഗ്യാപ്പ് എടുത്തതുപോലെ ആയിരിക്കാം. ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ഫൈനലായിട്ട് പറയണമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് അതാണ് നിങ്ങൾ എന്നെ ഈ ഷർട്ടൊക്കെ ഇട്ട് കാണുന്നത്. എന്നെ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് സ്ട്രീമിൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാ ദിവസവും പരിപാടി കിട്ടാൻ ഞാൻ മറ്റേ വേടനൊന്നുമല്ല, മനസ്സിലായി. ഞാൻ ഡെയിലി എല്ലായിടത്തും കൺസേർട്ട് ചെയ്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഞങ്ങൾക്ക് വീക്കിലി വൺസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ അവരുടെ കൂടെ കോളേജിലൊക്കെ പോകാറുണ്ട്. കാരണം ലൈവ് ഇടാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ സോഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടും പിന്നെ അതുപോലെ പാഷൻ്റെ പുറത്തും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ലൈവിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 10-1 പൈസ പോലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു കാര്യം. അപ്പം ദയവ് ചെയ്ത് ഇപ്പോൾ റിബൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് എൻ്റെ ഫാമിലിയെ വലിച്ചിടുക അല്ലെങ്കിൽ കുഞ്ഞിനെ വലിച്ചിടുക, മറ്റേ ഇത് സംസാരിക്കുക, പൈസയുടെ കാര്യം സംസാരിക്കുക. എടാ എൻ്റെയും കൂടെയാണ് TV. അതിനകത്ത് അവർക്കെതിരെ സംസാരിക്കാനും അവർക്കെതിരെ നിൽക്കാനും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വരത്തില്ല. ബാക്കി ഗ്യാങ്ങുകളോടും ബാക്കിയുള്ള ആൾക്കാരോടും അടി ഉണ്ടാകുമ്പോൾ ചിലപ്പം ഞാൻ അതിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുക, നാളെ ഞാനോ റിബലോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവനെ തള്ളി പറയാനോ അവനെ ചീത്ത വിളിക്കാനും ലൈവ് ഇട്ട് ചീത്ത വിളിക്കാനൊന്നും ഞാൻ ഒരിക്കലും വരത്തില്ല. ഞാൻ അങ്ങനത്തെ കുണ്ണയൊന്നും അല്ല, മനസ്സിലായ? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ മറ്റേ അങ്ങനത്തെ ഊമ്പനൊന്നും അല്ല. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാളായിട്ടും രണ്ടാളായിട്ടും നിർത്തി പോകത്തില്ല. നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും, ഒരുമിച്ച് പോവും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ പുറത്ത് പൈസ ഉണ്ടാക്കാനും ഇതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോകത്തില്ല. അതത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഇന്ന് നാളെ പോയി സരക്കിനെതിരെ കളിക്കാനും നാളെ പോയി അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരുത്തനൊന്നും അല്ല. അതാദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം. ഞാൻ ഈ ഇഷ്യൂ പറയുന്നതിന് മുമ്പ് അതെനിക്ക് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ,
അപ്പം ഞാൻ ഇനി മെയിൻ ആയിട്ടൊരു കാര്യം പറയാം ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. സരക്കിന്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനൊരു ഗ്യാപ്പ് എടുക്കുമെന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം ഗ്യാങ് ആർപി ഇങ്ങനത്തെ കാര്യങ്ങൾ മെന്റലി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇതായി നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ആയപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും അത് റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കി. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വന്നത്. പിന്നെ ഈ പറയണത് പോലെ എന്താ പറയുക, RP വയസ്സാണെങ്കിലും ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. ഈ ടോട്ടലി ഗെയിമിലാണെങ്കിലും ഔട്ട്സൈഡ് ഓഫ് ദ ഗെയിമിലാണെങ്കിലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മെയിൻലി ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഈ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. പെട്ടെന്ന് അവൻ ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ. പ്രാങ്ക് ഏറ്റു ബ്രോ. എന്ത് പ്രാങ്ക് ബ്രോ? ഒരു പ്രാങ്കും ഇല്ല, സീരിയസ്ലി ഒരു പ്രാങ്കും ഇല്ല. ഞാൻ എന്തായാലും നിങ്ങളെന്തായാലും എല്ലാവരും ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ് ടി വിയിൽ നിന്ന് ഇറങ്ങുന്നോ ഇല്ലേ എന്നുള്ള കാര്യം കേൾക്കാനാണെന്ന് അറിയാം. സോ ഞാനത് സ്റ്റോറി ഇട്ടത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടതാണ്. സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം, ടി വിയിൽ നിന്ന് ഇറങ്ങുന്നുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടാണ്. അതിൻ്റെ എന്തുവാ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ് ഗൈസ്. കുറച്ച് പേഴ്സണലായിട്ടുള്ള റീസൺസ് കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇറങ്ങുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ്. ലൈക്ക് ടി വിയിലോട്ട് ഇനി തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ വന്നേക്കാം, ഇനി ഒരിക്കലും തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം തിരിച്ചു വരാം. സോ അങ്ങനൊരു സംഭവം വെക്കണ്ട. സൗണ്ടിൽ വേണോ ആക്ടർ? ഓക്കെ ബ്രോ, എന്നാൽ ആക്ടിങ് ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പം എനിക്ക് അതിൻ്റെ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ റീസൺ പറഞ്ഞ് ഇതാക്കാനും അതിനായിട്ടൊന്നും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ലൈവിൽ പറയാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യമില്ല. ഞാൻ എന്തായാലും ബ്രേക്ക് ആണോ? ബ്രേക്ക് എന്നല്ലടാ ഞാൻ പറഞ്ഞത്, ബ്രേക്ക് എന്നല്ല. ഞാൻ RP ഒക്കെ കളിക്കും, പക്ഷെ എനിക്ക് ഞാൻ എന്തായാലും കുറച്ചാളെന്നല്ല ടി വിയിൽ ഇപ്പോൾ എന്തായാലും ഇല്ല. ഞാനത് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ അറിയിക്കാം. എന്തായാലും അങ്ങനല്ല തിരിച്ച് വരും എന്നല്ല പറയുന്നത്, പക്ഷേ ചിലപ്പോൾ വന്നേക്ക്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആക്ടിങ് എന്ന മുമ്പിൽ തന്നെ വളരെ ഒന്നാണ്. ബ്രേക്കല്ല, ഇതാണ് സംഭവം. അപ്പോൾ ശരിക്കും ഇതിനെ പറ്റി പറഞ്ഞ് ഇനി കൂടുതൽ മറ്റേ വിശദീകരിച്ച് മറ്റേ ഇതാക്കാൻ അല്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എനിക്ക് അതിനെപ്പറ്റി ഇരുന്ന് ലൈവ് ഡിസ്കസ് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഇതാക്കാനും താല്പര്യമില്ല. ഇത് ഇത് ഇത്ര ഞാൻ ഇനി ഇതിനെപ്പറ്റി ഒരുപാട് ഇരുന്ന് പറയാനും ഒന്നും പോകാനും ഒന്നും ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. സംതിങ് പേഴ്സണലാണ്, അതുകൊണ്ട് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അതിനെ പറ്റി സംസാരിക്കാനും ഒന്നിനും താല്പര്യമില്ല. ഒരു ഒരു സീനും മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ ഒന്നും പറയില്ല ഇതിനെപ്പറ്റി, വേറെ ഒന്നും അധികം ഒന്നും പറയില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. സോ ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേറെ ഉള്ളവരുടെ ലൈവിൽ പോയിട്ട് എന്തരാണ് സംഭവം, എന്താണ് എന്ന് ചോദിച്ച് സ്പാം ചെയ്യുന്ന പരിപാടി ഇത് ചെയ്യരുത് ഗൈസ്. അത് ഭയങ്കര ഷോക്കാണ്. കാരണം അവർക്ക് അറിയത്തോലും ഇല്ലായിരിക്കും. എൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കും, അവർക്ക് അറിയത്തോലും ഇല്ലായിരിക്കും. അതുകൊണ്ട് എന്തുവാ ഇതിനെപ്പറ്റി സംസാരിക്കാന്ന് കൊണ്ട് ഈഗിളുടെ സ്റ്റോറി കേസ് അത് ഞാൻ ഇറങ്ങുന്ന പറഞ്ഞപ്പോഴത്തേക്കാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇട്ടതായിട്ടായിരിക്കും. എനിക്ക് അല്ലാതെ അറിയത്തില്ല, അല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് അധികം വളച്ച് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു രീതി എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ഞാൻ പറ്റുന്നവരൊക്കെ ലൈവ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും RP കാണും, RP കണ്ടിന്യൂ ചെയ്യും, ബാക്കി ഗെയിമുകളും കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും ഉള്ളവർക്ക് കാണാം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു സീനും ഇല്ല, ഒന്നുമില്ല. ഓക്കെ.
അത്രേ ഉള്ളൂ. സംഭവം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, ആരുടെയും ചാറ്റിൽ പോയി വീണ്ടും ചോദിക്കരുത്. രായൻ്റെ കാര്യം രായൻ ബ്രേക്കായിട്ട് എടുത്തിട്ടുണ്ടോ? രായൻ്റെ ബ്രേക്കായിട്ട് അത് അവൻ നേരത്തെ എടുത്ത അവന് ബ്രേക്ക് എടുത്താണ്. അതും അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ല, അല്ലാതെ ഒന്നുമില്ല. അപ്പം ഇത് എൻ്റെ ഡിസിഷൻ, അത് വേറെ ഡിസിഷൻ, അവൻ്റെ ഡിസിഷൻ. അത് അവൻ തിരിച്ചു വരുമായിരിക്കും. അതിന് നിങ്ങൾ അവൻ വരുമ്പോൾ ചോദിച്ചാൽ മതി, അല്ലാതെ പിന്നൊന്നുമില്ല. ഓക്കെ. ആൻഡ് നമുക്ക് എന്ത് ഗെയിം കളിക്കണം, ഏത് ഗെയിം കളിക്കണമെന്ന് ആദ്യം പറ. RP ആണോ അതോ വേറെ വല്ല ഗെയിം കളിക്കണോ? എന്ത് ചൂടാണ് ഉണ്ടോന്ന് എന്തൊരു കാര്യം. ടോവിനോ തോമസ് എന്താ മൂഞ്ചിത്തരം പറയാൻ വന്നല്ലോ ലൈവില്. അവൻ പറഞ്ഞിട്ട് പോട്ടെ, എനിക്ക് വയ്യ. ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുമെന്ന്. ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത് പറഞ്ഞാൽ ഇതൊക്കെ വിട്ടോ, ബാക്കിയുള്ള ലൈവ് കാണണമെന്നുള്ളവരിയ്ക്കാം, അല്ലാത്തവർക്ക് പോകാം, അത്രേ ഉള്ളൂ. അണ്ണാ പോവാതെ ഇരിക്കാൻ പറ്റുമോ? എവിടെ പോവാതിരിക്കാൻ? അണ്ണ ഇല്ലാതെ കണ്ട് എടാ അതൊരു നാളെ തൊട്ട് എല്ലാവരും ലൈവ് നാളെ തൊട്ട് എല്ലാവരും വരുവാടാ. വാട്ട് എവർ ഇറ്റ് ഈസ് കൂടെ ഉണ്ടാവുമോ. സുൽഫിയൂറോ താങ്ക് യു ഫോർ ദ $2. താങ്ക് യു. മൈക്ക് ഗ്രേഡ് ഉണ്ടോ? വെയിറ്റ് ഇച്ചിരി മാറ്റം. ബ്രോ ഇത് ശോകമാണ്. ബ്രോ ശോകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണ്ടേ ബ്രോ. അത് അപ്പം അത് ബ്രോയ്ക്ക് മനസ്സിലാവില്ലല്ലോ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം ബ്രോയ്ക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് എന്തായാലും ഇപ്പം മനസ്സിലായില്ലേ, എനിക്കിപ്പം എൻ്റെ ഡിസിഷൻ ഇതാണ്, ഇതിൻ്റെ അപ്പുറത്തൊന്നും പറയില്ല. ഓക്കെ. അപ്പം ഞാൻ ഏതായാലും സിറ്റിയിലോട്ട് കയറട്ടെ. 80 സെക്കൻഡ് കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്.